Welcome to all our video classes. Today we have to learn 9th standard physics chapter 1 forces in fluids part 6 capillarity. ഒന്നാമത്തെ ചാപ്റ്ററാണ് ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ്സ് ദ്രവബലങ്ങൾ. ഇതിലെ പാർട്ട് 1 നമ്മൾ പഠിച്ചു. പാർട്ട് 1 ബോയൻസി, പാർട്ട് 2 ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ, പാർട്ട് 3 പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ, പാർട്ട് 4 റിലേറ്റീവ് ഡെൻസിറ്റി, പാർട്ട് 5 പാസ്കൽസ് ലാ. പാർട്ട് 6 നമ്മൾ ഇന്ന് പഠിക്കുന്നു. എന്താണ് പാർട്ട് 6? അതെ, കേശികത്വം, കാപ്പിലാരിറ്റി. കേശിക ഉയർച്ച, കേശിക താഴ്ച, അഡ്ഹിഷൻ ബലം, കൊഹിഷൻ ബലം, ഇതൊക്കെയാണ് നമ്മളിതിൽ പഠിക്കുന്നത്. അപ്പോൾ പാഠത്തിലേക്ക് കടക്കാം. എക്സാമിൻ ദ സിറ്റുവേഷൻസ് ഗിവൺ ബിലോ. എ പീസ് ഓഫ് ചാക്ക് ഈസ് യൂസ്ഡ് ടു ബ്ലോട്ട് ഇങ്ക്. ചോക്ക് ഉപയോഗിച്ച് മഷി ഒപ്പിയെടുക്കാൻ സാധിക്കും. ഇൻ എ കെറോസിൻ ലാമ്പ് കെറോസിൻ റൈസസ് ത്രൂ ദ വിക്ക്. മണ്ണെണ്ണ വിളക്കിൽ തിരിയിലൂടെ മണ്ണെണ്ണ ഉയരുന്നു. ഇൻ റെയിനി സീസൺ ഡാംനെസ് സ്പ്രെഡ് ഓൺ വാൾസ്. ചുമരുകളിൽ മഴക്കാലത്ത് നനവ് പടരുന്നു. കോട്ടൺ ക്ലോത്ത് അബ്സോർബ് സ്വീറ്റ്. കോട്ടൺ തുണികൾ വിയർപ്പ് ഒപ്പിയെടുക്കുന്നു. ഇൻ ഓൾ ദ എബോവ് സിറ്റുവേഷൻസ് വൈ ഡു ലിക്വിഡ്സ് റൈസ് ടു സ്പ്രെഡ് ടു അതർ പാർട്സ് ഇൻ സ്പൈറ്റ് ഓഫ് ദെയർ വെയ്റ്റ്. ഈ സന്ദർഭങ്ങളിലെല്ലാം ദ്രാവകങ്ങൾ അവയുടെ ഭാരത്തെ അവഗണിച്ചുകൊണ്ട് ഉയരുകയോ മറ്റു ഭാഗങ്ങളിലേക്ക് പടരുകയോ ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? നമുക്ക് നോക്കാം. കാപ്പിലാരിറ്റി, അതായത് കേശികത്വമാണ് നമുക്ക് പഠിക്കേണ്ടത്. ടേക്ക് 2 ബോയിലിംഗ് ട്യൂബ്സ്. 2 ബോയിലിംഗ് ട്യൂബ് എടുക്കുക. 1 കണ്ടെയ്നിങ് വാട്ടർ, ഒരെണ്ണത്തിൽ ജലം എടുക്കുക. ആൻഡ് ദ അതർ വൺ ഈസ് മെർക്കുറി, അടുത്ത ഒരു ട്യൂബിൽ മെർക്കുറി എടുക്കുക. ഒരു ട്യൂബിൽ വെള്ളവും മറ്റേ ട്യൂബിൽ മെർക്കുറിയും എടുക്കുക. ഡിപ്പ് എ കാപ്പിലാരിറ്റി ട്യൂബ് ഇൻ ടു ഈച്ച്. കേശിക കുഴൽ താഴ്ത്തി നോക്കുക. നടുക്ക് വെച്ചിരിക്കുന്ന കേശിക കുഴൽ ഒരു ട്യൂബ് വെച്ചിട്ടുണ്ട്. ഈ ട്യൂബ് താഴ്ത്തി നോക്കുക. എന്താണ് സംഭവിക്കുന്നത്? ഈ ട്യൂബിലൂടെ വെള്ളം മുകളിലേക്ക് ഉയരുന്നത് കാണാം, മെർക്കുറി താഴേക്ക് കുറച്ചുകൂടെ താഴുന്നതും കാണാം. നടുക്ക് വെച്ചിരിക്കുന്ന ട്യൂബിലൂടെ മുകളിലേക്ക് ഉയരുന്നതിനെയാണ് കേശിക ഉയർച്ച എന്ന് പറയുന്നത്, അഥവാ കാപ്പിലാരിറ്റി റൈസ് എന്ന് പറയുന്നത്. മെർക്കുറിയിൽ നടുക്കിൽ വെച്ചിരിക്കുന്ന ട്യൂബിലൂടെ മെർക്കുറി താഴേക്ക് ട്യൂബിൽ വരുന്നതിനെയാണ് കാപ്പിലാരിറ്റി ഡിപ്രഷൻ എന്ന് പറയുന്നത്, കേശിക താഴ്ച എന്ന് പറയുന്നത്. ഇവിടെ കാപ്പിലാരിറ്റി റൈസ് അഥവാ കേശിക ഉയർച്ച എന്ന് പറയുന്നത് നടുവിലുള്ള ട്യൂബിലൂടെ വെള്ളം മുകളിലേക്ക് ഉയരുന്നതിന് കേശിക ഉയർച്ച എന്നും, മെർക്കുറിയിലൂടെ നടുവിലുള്ള ട്യൂബിൽ മെർക്കുറി താഴേക്ക് താഴുന്നതും കാണാം. ഇതിനെയാണ് കേശിക താഴ്ച അഥവാ കാപ്പിലാരിറ്റി ഡിപ്രഷൻ എന്ന് പറയുന്നത്. നമുക്കിനി കുറച്ചുകൂടെ നോക്കാം. വാട്ട് ഹാപ്പൻ ടു ദ വാട്ടർ ലെവൽ ഇൻ ദി കാപ്പിലാരിറ്റി ട്യൂബ്. വാട്ടർ ലെവൽ എന്ത് ചെയ്തു? ഉയരുകയും മെർക്കുറിയുടെ ലെവല് താഴുകയും ചെയ്തു. The rise of water in a tube against gravitation or against the weight of the water is known as capillarity rise. ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിന് എതിരെ അഥവാ ജലത്തിൻ്റെ ഭാരത്തിന് എതിരായി ജലം ട്യൂബിലൂടെ മുകളിലേക്ക് ഉയരുന്നതിനെ കേശിക ഉയർച്ച അഥവാ കാപ്പിലാരിറ്റി റൈസ് എന്ന് പറയുന്നു. വാട്ട് ഈസ് കാപ്പിലാരിറ്റി റൈസ്? ദ റൈസ് ഓഫ് വാട്ടർ ഇൻ എ ട്യൂബ് എഗെയിൻസ്റ്റ് ദ ഗ്രാവിറ്റേഷൻ ഓർ എഗെയിൻസ്റ്റ് ദ വെയ്റ്റ് ഓഫ് ദ വാട്ടർ ഈസ് നോൺ ആസ് കാപ്പിലാരിറ്റി റൈസ്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, ഭൂഗുരുത്വാകർഷണത്തിന് എതിരായി മുകളിലേക്ക് ഉയരുന്നതിന്, ജലനിരപ്പ് മുകളിലേക്ക് ഉയരുന്നതിന് കാപ്പിലാരിറ്റി റൈസ് അഥവാ കേശിക ഉയർച്ച എന്ന് പറയുന്നു. ഡസ് ദ കാപ്പിലാരിറ്റി റൈസ് ഒക്കേഴ്സ് ഇൻ മെർക്കുറി ആസ് വെൽ? വാട്ട് ഡിഡ് യു ഒബ്സർവ്? മെർക്കുറിയും കേശിക ഉയർച്ച തന്നെയാണോ സംഭവിച്ചത്? എന്താണ് കണ്ടത്? അല്ല, കാപ്പിലാരിറ്റി ഡിപ്രഷൻ ഈസ് ഒക്കേർഡ്. കാപ്പിലാരിറ്റി ഡിപ്രഷൻ, കേശിക താഴ്ചയാണ് സംഭവിച്ചത്. ദ ഡിപ്രഷൻ ഓഫ് ലിക്വിഡ് ഇൻ എ ട്യൂബ് ഈസ് കാപ്പിലാരിറ്റി ഡിപ്രഷൻ. ഇപ്രകാരം ഒരു കുഴലിൽ ദ്രാവകം താഴുന്നതിനെ കാപ്പിലാരിറ്റി ഡിപ്രഷൻ എന്ന് പറയുന്നു. ഒരു കുഴലിലൂടെ ദ്രാവകം മുകളിലേക്ക് ഉയരുന്നതിനെ കാപ്പിലാരിറ്റി റൈസ് എന്നും, കുഴലിലൂടെ ദ്രാവകത്തിൻ്റെ അളവ് താഴുന്നതിനെ കാപ്പിലാരിറ്റി ഡിപ്രഷൻ എന്നും പറയുന്നു. കേശികത്വം, കാപ്പിലാരിറ്റി, ദ റൈസ് ഓർ ഡിപ്രഷൻ ഓഫ് എ ലിക്വിഡ് ഇൻ എ നാരോ ട്യൂബ് ഓർ എ മൈന്യൂട്ട് ഹോൾ ഈസ് കാപ്പിലാരിറ്റി. ഒരു നേരിയ കുഴലിലൂടെ ദ്രാവകങ്ങൾ സ്വാഭാവികമായി ഉയരുകയോ താഴുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ്
കാപ്പിലാരിറ്റി അഥവാ കേശികത്വം. ഒരു നേരിയ കുഴലിലൂടെ ദ്രാവകങ്ങൾ ഉയരുകയോ താഴുകയോ റൈസ് ആവുകയോ ഡിപ്രഷൻ ആവുകയോ ചെയ്യുന്നതിനെയാണ് കാപ്പിലാരിറ്റി എന്ന് പറയുന്നത് അഥവാ കേശികത്വം എന്ന് പറയുന്നത്. ദ റൈസ് ഓർ ഡിപ്രഷൻ ഓഫ് എ ലിക്വിഡ് ഇൻ എ നാരോ ട്യൂബ് ഓർ എ മൈന്യൂട്ട് ഹോൾ ഈസ് നോൺ ആസ് കാപ്പിലാരിറ്റി. വൈ ആർ സം ഇൻസെക്ട്സ് ഏബിൾ ടു മൂവ് എലോങ് ദ സർഫസ് ഓഫ് വാട്ടർ? എന്തുകൊണ്ടാണ് ചില പ്രാണികൾ ജലോപരിതലത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നത്? ഈ പ്രതലബലം കാരണമാണ് പ്രാണികൾക്ക് ജലോപരിതലത്തിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുന്നത്. വൈ ഡസ് എ പേപ്പർ ക്ലിപ്പ് റിമെയിൻ ഫ്ലോട്ടഡ് ഓൺ ദി ലിക്വിഡ് സർഫസ്? ദ്രാവക ഉപരിതലത്തിൽ പേപ്പർ ക്ലിപ്പ് പൊങ്ങി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതും ദ്രാവകത്തിൻ്റെ പ്രതലബലമാണ് കാരണം. ഈസ് ദ ലിക്വിഡ് സർഫസ് സ്ട്രെച്ച്ഡ് ലൈക്ക് എ മെമ്പറൈൻ? ദ്രാവക പ്രതലം ഒരു പാട പോലെ വലിഞ്ഞു നിൽക്കുന്നുണ്ടോ? പ്രതലബലം കാരണം അങ്ങനെ അനുഭവപ്പെടുന്നുണ്ട്. ഡ്യൂ ടു ദ മ്യൂച്വൽ അട്രാക്ഷൻ ഓഫ് ദ molecules on the surface of water, the surface is stretched like a membrane. The force responsible for this is called surface tension. അപ്പോൾ ഇവിടെയാണ് സർഫസ് ടെൻഷൻ അഥവാ പ്രതലബലമാണ് ഇതിനെല്ലാത്തിനും കാരണമെന്ന് പറയുന്നത്. അപ്പോൾ ജലോപരിതലത്തിൽ കണികകൾ പരസ്പരം ആകർഷിക്കുന്നത് മൂലം ജലോപരിതലം ഒരു പാട പോലെ വലിഞ്ഞു നിൽക്കുന്നു. ഇതിനെയാണ് പ്രതലബലം എന്ന് പറയുന്നത്. അതായത് the surface is stretched like a membrane. The force responsible for this is called surface tension. അപ്പോൾ ജലോപരിതലത്തിൽ ഒരു പാട പോലെ വലിഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ടാണ് പ്രാണികൾക്ക് ജല ഉപരിതലത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നത്, പേപ്പർ ക്ലിപ്പ് ജലോപരിതലത്തിൽ കിടക്കുന്നത്. ഇതെല്ലാം പ്രതലബലമാണ് കാരണം. നമ്മൾ ക്ലാസ്സിൻ്റെ ആരംഭത്തിൽ ഫസ്റ്റ് പാർട്ടിൽ പഠിച്ചു, ഒരു ഗ്ലാസ്സിലെ ജലത്തിന് മുകളിൽ ബ്ലേഡ് പൊങ്ങിക്കിടക്കുന്നതിന് കാരണം എന്താണ്? ഇത് പ്രതലബലമാണ് കാരണം, സർഫസ് ടെൻഷനാണ്. പ്ലേസ് എ റേസർ ബ്ലേഡ് ഫ്ലോട്ട് ഓൺ ദ സർഫസ് ഓഫ് ദി വാട്ടർ അസ് ഷോൺ ദി ഫിഗർ 1.19. ഫസ്റ്റ് കണ്ട പ്രാരംഭത്തിൽ കണ്ട ഒരു ഗ്ലാസ്സിലെ ജലോപരിതലത്തിൽ ബ്ലേഡ് പൊങ്ങിക്കിടക്കുന്ന രീതി നമ്മൾ കണ്ടു. അതും സർഫസ് ടെൻഷൻ പ്രതലബലം കാരണമാണ്. ഇഫ് വി ടച്ച് ദ വാട്ടർ സർഫസ് വിത്ത് എ പീസ് ഓഫ് സോപ്പ് വാട്ട് വിൽ ഹാപ്പൻ? ഒരു സോപ്പ് കഷ്ണം എടുത്ത് ജല ഉപരിതലത്തിൽ സ്പർശിച്ചാൽ എന്ത് സംഭവിക്കും? ഇവിടെ ഉണ്ടായ മാറ്റം എങ്ങനെ വിശദീകരിക്കാം? ഹൗ വിൽ യു എക്സ്പ്ലെയിൻ ദ ചേഞ്ച് ദാറ്റ് ഹാസ് ടേക്കൺ പ്ലേസ്? വെൻ ദ സോപ്പ് ടച്ച്ഡ് ഓൺ ദ വാട്ടർ സർഫേസ് ദ സർഫസ് ടെൻഷൻ ഡിക്രീസ്ഡ് ആൻഡ് ദ ബ്ലേഡ് ഹാവ് മൂവ്ഡ് ടു ഓൺ സൈഡ്. ഇവിടെ സോപ്പ് വെള്ളത്തിൽ സ്പർശിച്ചപ്പോൾ പ്രതലബലം കുറയുകയും ബ്ലേഡ് താഴേക്ക് മൂവ് ആകുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമുക്ക് അടുത്തൊരു പരീക്ഷണം ചെയ്ത് നോക്കാം. പ്ലേസ് 2 drops ഓഫ് മെർക്കുറി സൈഡ് ബൈ സൈഡ് ഓൺ എ ഗ്ലാസ് പേപ്പർ യൂസിങ് എ പെൻസിൽ. ബ്രിങ് ദം ക്ലോസ് ടു ഈച്ച് അതർ. വാട്ട് ഡു യു ഒബ്സർവ്? എന്താണ് നിങ്ങൾ കാണുന്നത്? ഒരു ഗ്ലാസ് പേപ്പറിന് മുകളിൽ അടുത്തതായി 2 മെർക്കുറി തുള്ളികൾ വീഴിക്കുക. അവ തമ്മിൽ സ്പർശിക്കത്തക്ക വിധത്തിൽ ഒരു പെൻസിൽ ഉപയോഗിച്ച് അടുപ്പിക്കൂ. എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്? ആർ ദ മോളിക്യൂൾസ് ഓഫ് ദി 2 drops ഓഫ് ദി സെയിം സബ്സ്റ്റൻസ്? 2 തുള്ളികളിലെയും തന്മാത്രകൾ ഒരേ പദാർത്ഥത്തിൻ്റെതല്ലേ? ദ 2 liquid drops collides on form a single drop due to the attraction between the molecules of the same substance. ഒരേ ഇനം തന്മാത്രകളുടെ ആകർഷണം മൂലമല്ലേ തുള്ളികൾ ഒന്നായി മാറിയത്? The attraction between the molecules of the same type is called cohesive force. ഇത്തരം ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹീഷൻ ബലം അഥവാ cohesive force. cohesive force എന്താണെന്ന് മനസ്സിലായില്ലേ? The attraction between 2 molecules of the same type is called cohesive force. ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹീഷൻ ബലം. ഒരേ തരം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണമാണ് കൊഹീഷൻ ബലം. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് when the midrib of a coconut tree leaf, ഈർക്കിൽ, pencil, etc. are dipped in the water and take out, what is seen sticking on them? ഈർക്കിൽ, പെൻസിൽ എന്നിവ ജലത്തിൽ മുക്കി ഉയർത്തിയാൽ ജലം അവയിൽ പറ്റിപ്പിടിച്ചതായി കാണുന്നു. എന്തുകൊണ്ടാണ്? When a piece of chalk is used on a blackboard, particles of the chalk stick on the board. ചോക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് ബോർഡിൽ വരച്ചാൽ ചോക്ക് കഷ്ണങ്ങൾ ബ്ലാക്ക് ബോർഡിൽ പറ്റിപ്പിടിക്കുന്നു.
എന്തുകൊണ്ടാണ്? ഫിംഗേഴ്സ് ആർ വെറ്റഡ് അറ്റ് ഇൻ്റർവെൽസ് വെൻ കറൻസി നോട്ട്സ് ആർ ബീയിങ് കൗണ്ടഡ്. കറൻസി നോട്ടുകൾ എണ്ണുമ്പോൾ കൈവിരലുകൾ ഇടയ്ക്കിടെ നനയ്ക്കാറുണ്ട്. ഇതിൻ്റെയൊക്കെ ഉത്തരം എന്താണ്? ഇതിൻ്റെ ഉത്തരമാണ് adhesive force is the force of attraction between molecules of different type of substance. വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണമാണ് അഡ്ഹീഷൻ ബലം അഥവാ adhesive force. adhesive force എന്താണ്? അട്രാക്ഷൻ ബിറ്റ്വീൻ മോളിക്യൂൾസ് ഡിഫറൻറ്റ് ടൈപ്പ്. attraction between different type of molecules. What is adhesive force? Adhesive force is the attraction between different type of molecules. This is known as adhesive force. What is adhesive force? Attraction between different type of molecules is known as adhesive force. സിമ്പിൾ ആണ്, ഓർത്തിരിക്കുക. അത് കാരണമാണ് ഈർക്കിൽ, പെൻസിൽ എന്നിവയിൽ ജലം മുക്കിയാൽ അവയിൽ പിന്നെയും ജലം പറ്റിപ്പിടിച്ചതായി കാണുന്നത്. ചോക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് ബോർഡിൽ വരച്ചാൽ ചോക്ക് കഷ്ണങ്ങൾ ബ്ലാക്ക് ബോർഡിൽ പറ്റിപ്പിടിക്കുന്നത്. ഇതെല്ലാം adhesive ഫോഴ്സ് കാരണമാണ്. റൈറ്റ് ഡൗൺ ഇൻ യുവർ സയൻസ് ഡയറി മോർ എക്സാമ്പിൾ ഓഫ് adhesive ആൻഡ് cohesive ഫോഴ്സ് ഫ്രം യുവർ ഡേ ടു ഡേ ലൈഫ്. അഡ്ഹീഷൻ, കൊഹീഷൻ ബലങ്ങൾക്ക് നിത്യജീവിതത്തിൽ നിന്ന് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി സയൻസ് ഡയറിയിൽ എഴുതൂ. അപ്പോൾ നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും ഇവിടെ നാം ഉദാഹരണങ്ങളായി പറഞ്ഞു. ഇനി അടുത്ത് നമുക്ക് നോക്കാം. ഇവിടെ capillarity rise occurs when the adhesive force is greater than the cohesive force. അഡ്ഹീഷൻ ബലം കൊഹീഷൻ ബലത്തേക്കാൾ കൂടുതൽ കേശിക ഉയർച്ച ഉണ്ടാകും. അഡ്ഹീഷൻ ബലം കൊഹീഷൻ ബലത്തേക്കാൾ കൂടുതലായാൽ കേശിക ഉയർച്ച ഉണ്ടാകും അഥവാ കാപ്പിലാരിറ്റി റൈസ് ഉണ്ടാകുമെന്നാണ് ഇവിടെ പറയുന്നത്. കാപ്പിലാരിറ്റി റൈസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അഡ്ഹീഷൻ ബലം കൊഹീഷൻ ബലത്തേക്കാൾ കൂടുതലായാൽ. adhesive ഫോഴ്സ് cohesive ഫോഴ്സിനേക്കാൾ കൂടുതലായാൽ കാപ്പിലാരിറ്റി റൈസ് ഉണ്ടാകും. adhesive ഫോഴ്സ് cohesive ഫോഴ്സിനേക്കാൾ കൂടുതലായാൽ കാപ്പിലാരിറ്റി റൈസ് ഉണ്ടാകും. കാപ്പിലാരിറ്റി റൈസ് occurs when the adhesive force is greater than the cohesive force. എന്നാൽ when the cohesive force is greater than the adhesive force, capillary depression will take place. അഡ്ഹീഷൻ ബലത്തേക്കാൾ കൂടുതൽ കൊഹീഷൻ ബലം ഉണ്ടായാൽ കേശിക താഴ്ച അനുഭവപ്പെടും. adhesive ഫോഴ്സിനേക്കാൾ കൂടുതൽ cohesive ഫോഴ്സ് ഉണ്ടായാൽ എന്ത് സംഭവിക്കും? കാപ്പിലാരിറ്റി ഡിപ്രഷൻ സംഭവിക്കും. adhesive ഫോഴ്സിനേക്കാൾ കൂടുതൽ cohesive ഫോഴ്സ് ഉണ്ടായാൽ കാപ്പിലാരിറ്റി ഡിപ്രഷൻ സംഭവിക്കും. അപ്പോൾ ഇതാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ഇതിലോട്ട് പോകാം. മറ്റൊരു പ്രവർത്തനം ചെയ്തു നോക്കാം. അറേഞ്ച് capillary tube of different diameters on a cardboard piece as shown in the figure. ഇവിടെ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുഴലിൻ്റെ വ്യാസം കുറയുന്നതനുസരിച്ച് ഇവിടെ കുഴലിൻ്റെ ആദ്യം ഒരു വ്യാസം കൂടുതലുള്ള ഒരു കുഴൽ കാണാം, അതിനുശേഷം വ്യാസം കുറഞ്ഞ കുഴൽ. ഇതിൽ കുഴലിൻ്റെ വ്യാസം കുറയും തോറും കേശിക ഉയർച്ച കൂടുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കുഴലിൻ്റെ വ്യാസം കൂടുന്നതനുസരിച്ച് കേശിക ഉയർച്ച കുറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ നിന്ന് നമുക്ക് അഡ്ഹീഷൻ ബലം, കൊഹീഷൻ ബലമൊക്കെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കാപ്പിലാരിറ്റി റൈസ് ഇൻക്രീസ് വെൻ ദ ഡയമീറ്റർ ഓഫ് ദി ട്യൂബ് ഡിക്രീസ്. കുഴലിൻ്റെ വ്യാസം കുറയുമ്പോൾ അതിനകത്ത് ഉൾക്കൊള്ളുന്ന ദ്രാവകത്തിൻ്റെ ഭാരവും കുറയും. ഇതാണ് ഇവിടെ പറയുന്നത്. Capillary rise increase within the decrease in the diameter. Capillary rise decrease in the diameter. വ്യാസം കുറയും തോറും കേശിക ഉയർച്ച കൂടുന്നു. ഇതും ഓർത്ത് വയ്ക്കുക. ഇപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇവിടെ നിന്ന് നമ്മൾ പഠിച്ചത് കേശികത്വം, കേശിക താഴ്ച, കേശിക ഉയർച്ച, അതുപോലെ അഡ്ഹീഷൻ ബലം, കൊഹീഷൻ ബലം, ഇതെല്ലാം നമ്മൾ പഠിച്ചു. ഈ പാഠത്തിൽ അതിപ്രധാനമായ നമ്മൾ പഠിച്ചത് കാപ്പിലാരിറ്റി റൈസ്, കാപ്പിലാരിറ്റി ഡിപ്രഷൻ, കോഹീസീവ് ഫോഴ്സ്, അഡ്ഹീസീവ് ഫോഴ്സ്, ഇതെല്ലാം നമ്മൾ ഈ പാഠത്തിൽ നിന്ന് പഠിച്ചു. എല്ലാവരും നന്നായി പഠിക്കുക. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.